നമസ്കാരം സുഹൃത്തുക്കളെ, ഈ വീഡിയോയിൽ നമ്മൾ ശ്രമിക്കുന്നത് ഇന്നലെ മുതൽ നമ്മൾ തുടങ്ങിയ ഒരു രീതിയാണ്. അതായത് പ്രൈസ് ആക്ഷൻ ട്രേഡിങ് നമുക്ക് ജീവിതത്തിൽ നമ്മൾ പലതും കാണാപ്പാഠം പഠിച്ച് വിജയിച്ചിട്ടുള്ള ആൾക്കാരാണ്. അതുപോലെ പ്രൈസ് ആക്ഷൻ ട്രേഡിങ് കാണാപ്പാഠം പഠിച്ച് വിജയിക്കാൻ പറ്റുമോ എന്നൊരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. ഇന്നലെ പറഞ്ഞു വരുന്ന 30 ദിവസത്തേക്ക് നമുക്കങ്ങനെ ഒന്ന് ശ്രമിച്ച് നോക്കാം. അങ്ങനെ നടക്കുകയാണെങ്കിൽ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവായി തീർന്നേക്കാം ഒരുപക്ഷെ. അപ്പോൾ അതിനുള്ളൊരു ശ്രമമാണ്. നമുക്കധികം സമയം കളയുന്നില്ല. നമ്മൾ ഇന്നത്തെ പ്രൈസ് ആക്ഷൻ എങ്ങനെയാണ് 10 സ്റ്റോക്കുകളിൽ ഡിഫറൻറ്റ് 10 ട്രേഡ് ഒരു ദിവസം എടുക്കുന്നതായിട്ടാണ് നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 10 ട്രേഡുകളിലൂടെ നമ്മൾ കണ്ടിന്യൂസ് 30 ദിവസം കൊണ്ട് ഇത് കാണാപ്പാഠം പഠിക്കാനായിട്ട് ഒരു ശ്രമം നടത്തുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്ട്രാറ്റജി എന്താണോ അത് നിങ്ങൾക്ക് ഇവിടെ സിമ്പിളായിട്ട്, അപ്പോൾ ഇത് വിജയകരമാകുമോ വിജയകരമാകാതിരിക്കുമോ എന്നതൊക്കെ നമുക്ക് ഈ 30 ദിവസത്തെ റിസൾട്ട് വെച്ചിട്ടാണ് നമുക്ക് അതിന് വിലയിരുത്തേണ്ടത്. അതിലേക്ക് എത്തുമ്പോൾ ഈ 30 ദിവസം നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്താലും അത് നിങ്ങളുടെ ഹാബിറ്റായിട്ട് മാറും എന്ന് സൈക്കോളജിക്കലി തെളിയിക്കപ്പെട്ടൊരു കാര്യമാണല്ലോ. അപ്പോൾ നമ്മൾ 30 ദിവസം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്കിത് കാണാപ്പാഠം പഠിക്കാനും ഒറ്റ നോട്ടത്തിൽ കണ്ട് മനസ്സിലാക്കാനും പറ്റുന്ന അവസ്ഥയിലേക്ക് നമുക്ക് എത്തുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി എന്താണെന്ന് 30 ദിവസം കൊണ്ട് നമ്മൾ കാണാപ്പാഠം പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ 30 ദിവസം കൊണ്ട് നമുക്ക് മറ്റൊരു കാര്യം കൂടെ അറിയാൻ പറ്റും. ഈ സ്ട്രാറ്റജി വെച്ചിട്ട് നമുക്ക് ഷെയർ മാർക്കറ്റിൽ വിജയിക്കാൻ പറ്റുമോ ഇല്ലയോ. അപ്പോൾ 2 കാര്യങ്ങൾ ഇവിടെ സാധിക്കുന്നുണ്ട്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇവിടെ ഇന്ന് ഏറ്റവും കൂടുതൽ ചേഞ്ച് അപ്പർ സൈഡിലേക്ക് തന്നിട്ടുള്ള 5 സ്റ്റോക്കുകൾ, അതേപോലെ ഡൗൺ സൈഡ് തന്നിട്ടുള്ള 5 സ്റ്റോക്കുകളാണ് നമ്മൾ നോക്കുന്നത്. നമ്പർ 1 പൊസിഷനിൽ നിന്ന് വന്നേക്കുന്ന പവർ ഗ്രിഡാണ്. 3% മുകളിൽ 3.7% ചേഞ്ച് തന്നിട്ടുണ്ട്. നമ്മൾ ഇന്നലത്തെ ഡേ ഹൈയും ഡേ ലോയും അടയാളപ്പെടുത്തി. അതിനുശേഷം അതേ റേഞ്ച് തന്നെ നമ്മൾ മുകളിലേക്ക് ഇവിടെ മെഷർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് ഓപ്പൺ ചെയ്തു. ഇന്നലത്തെ ഡേ ഹൈയിൽ താഴത്തേക്ക് വന്ന് അവിടെ സപ്പോർട്ട് കൺഫേം ആക്കി. അതിനുശേഷം മാർക്കറ്റ് മുകളിലേക്ക് പോയി. നമ്മൾ പറഞ്ഞു ഈ റേഞ്ചിൻ്റെ മധ്യഭാഗത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ആ റേഞ്ചിൻ്റെ മധ്യഭാഗത്ത് ഹിറ്റ് ചെയ്തിട്ട് അതുപോലെ തന്നെ ആദ്യം ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ വെച്ചു. അതിനുശേഷം ഒരു റെഡ് ക്യാൻഡിൽ വെച്ചു. നമ്മൾ റെഡ് ക്യാൻഡിലുകളുടെ മുകളിലേക്കും അതേപോലെ ഗ്രീൻ ക്യാൻഡിലുകളുടെ താഴെ ബ്രേക്ക് ചെയ്യുമ്പോൾ താഴത്തേക്കുമാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ ഇന്ന് എൻട്രി ഇതിലെടുത്താൽ ഗ്രീൻ ക്യാൻഡിലിൻ്റെ റെഡ് ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ എൻട്രി എടുക്കുന്നു. സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമ്മൾ എല്ലായ്പ്പോഴും 0.5% വെക്കുന്നു. അതിനുശേഷം ഇതിൻ്റെ ഹൈയിലേക്ക് എത്രയാണ് നമുക്ക് റിസ്ക് റിവാർഡ് കിട്ടുന്നതെന്ന് നമ്മൾ മെഷർ ചെയ്യുവാണ്. ഇവിടെ നമുക്ക് കാണാം 3.78% നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഒന്ന് റെക്കോർഡ് ചെയ്യാം. പവർ ഗ്രിഡിൽ പ്രോഫിറ്റാണ് 1:2 നമ്മളിവിടെ എടുക്കുന്നുള്ളൂ. ഒപ്പം ആക്ച്വൽ റിസ്ക് റിവാർഡ് അത് 1:3 ആണ്. ഓക്കെ, 3.5 എന്ന് നമുക്ക് കൂട്ടാം. 1:3.5 അത് കൊടുത്തു. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ട്രേഡിലേക്ക് പോവുകയാണ്. കോൾ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലത്തെ ഹൈ നമ്മളിവിടെ അടയാളപ്പെടുത്തി, അതുപോലെ തന്നെ ലോയും അടയാളപ്പെടുത്തി. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് അത്ര തന്നെ റേഞ്ച് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ന് എത്ര മൂവ് ചെയ്യാൻ സാധ്യതയുണ്ട്. നമ്മളതൊന്ന് മെഷർ ചെയ്തെടുക്കുവാണ്. അതിങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കോൾ ഇന്ത്യയിൽ ഫസ്റ്റ് ക്യാൻഡിൽ റെഡ് താഴത്തേക്ക് വെച്ചു. അത് മധ്യഭാഗത്തെ ക്രോസ് ചെയ്തുകൊണ്ടാണ് താഴത്തേക്ക് വന്നിരിക്കുന്നത്. അതിനുശേഷം ഇത് മുകളിലേക്ക് ആ ക്യാൻഡിലിന് തന്നെ ക്രോസ് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ ഡേ ഹൈ ആണ് അത് ക്രോസ് ചെയ്യപ്പെടുന്നത്. സോ ദാറ്റ് നമ്മളവിടെ എൻട്രി എടുക്കുന്നു. ഇവിടെ നിന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ 0.5% സ്റ്റോപ്പ് ലോസ് വയ്ക്കും. അത് അപ്പോൾ തന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസ് ട്രിഗർ ആകുന്നുണ്ട്. ഇവിടെ നിന്ന് എൻട്രി എടുത്താൽ നെക്സ്റ്റ് 1-2 ക്യാൻഡിലുള്ളിൽ തന്നെ സ്റ്റോപ്പ് ലോസ് ട്രിഗറായി. സോ രണ്ടാമത്തെ ട്രേഡിൽ നമുക്ക് ലോസ് ആണ്. 1 പോർഷൻ ലോസ്, 2 പോർഷൻ പ്രോഫിറ്റ്. ഓക്കെ, ഇനി അടുത്തതിലേക്ക് നമ്മൾ പോകുകയാണ്. ONGCയിലേക്ക് വരുമ്പോൾ ഡേ ഹൈ നമ്മൾ അടയാളപ്പെടുത്തി. ഒപ്പം ഡേ ലോ നമ്മൾ അടയാളപ്പെടുത്തി. ഇനി നമുക്കറിയേണ്ടത് പ്രീവിയസ് ഹൈ ലോ ഏതാണുള്ളതെന്ന് വെച്ചാൽ അതാണ് നമുക്ക് അടുത്തറിയേണ്ടത്. അത് മിനിമം ഒരു 1%-ന് മുകളിൽ ഉണ്ടാവുകയും ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് 15 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്തു. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ പ്രീവിയസ് ഹൈ ഒന്നും നമുക്ക് കാണാനില്ല. ഓൾ ടൈം ഹൈയിലാണ് ഈ സ്റ്റോക്ക് ഉള്ളത്.
സോ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ, എന്താണെന്ന് വെച്ചാൽ കുറച്ച് മുന്നേ നമ്മൾ ചെയ്ത പോലെ തന്നെ ഈ ദിവസത്തിൻ്റെ റേഞ്ച് അളന്നെടുക്കുക, അത്ര തന്നെ മുകളിലേക്ക് ഇന്നും പോകുമെന്ന പ്രതീക്ഷയിൽ നമ്മൾ അത് മെഷർ ചെയ്ത് അടയാളപ്പെടുത്തുക. ഓക്കെ, ഇതുപോലെ മുകളിലേക്ക് വെച്ചാൽ ഇന്നലെ അത്ര ഓടിയത് കൊണ്ട് തന്നെ മാർക്കറ്റ് ഇന്നും അത്ര ഓടാനുള്ള സാധ്യത മിനിമം ഉണ്ട് എന്നതാണ് നമ്മളവിടെ കണക്കൂട്ടുന്നത്. ആ പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം, അത്ര തന്നെ മുകളിലേക്ക് ഇത് വന്നിട്ടുമുണ്ട്. ഇത് ഓൾമോസ്റ്റ് ദിവസങ്ങളിൽ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഹൈ ഇത് ഫസ്റ്റ് ക്യാൻഡിൽ ഓപ്പൺ ചെയ്തു, വലിയൊരു ക്യാൻഡിൽ മുകളിലേക്ക് വെച്ചു, താഴത്തേക്ക് അത് പുഷ് ചെയ്തു. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മുകളിലേക്ക് ഒരു എൻട്രി ആണ് നമ്മൾക്ക് പ്ലാൻ ചെയ്യാവുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പോയി ഹിറ്റ് ചെയ്തു, അതിനുശേഷം 2 റെഡ് ക്യാൻഡിൽ വെച്ചു. റെഡ് ക്യാൻഡിലിൻ്റെ മുകളിലേക്ക് ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാം. ഇതാണ് നമ്മുടെ സ്ട്രാറ്റജി. അപ്പോൾ മുകളിലേക്ക് ഇവിടെ ക്രോസിങ് വരുന്നുണ്ട്, നമ്മളവിടെ എൻട്രി എടുക്കുന്നു. ഇവിടെ 0.5% നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ അന്ന് സ്റ്റോപ്പ് ലോസ് അപ്പോൾ ഹിറ്റ് ചെയ്തിട്ടില്ല. അതിനുശേഷം ഇത് മുകളിലേക്ക് പോയേക്കുന്നത് 1:3 പോയിട്ടുണ്ട്. 1:2 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അന്ന് പ്രോഫിറ്റാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 1:3 അതൊന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ 1:2 രണ്ടാമത്തേത് നമ്മൾ കോൾ ഇന്ത്യ ആയിരുന്നു. മൂന്നാമത്തേത് കോൾ ഇന്ത്യക്ക് ശേഷം ഇപ്പോൾ നിൽക്കുന്ന ONGCയിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. 1:2 നമ്മൾ എടുക്കുന്നുള്ളൂ. അതായത് മിനിമം റിസ്ക് റിവാർഡ് വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മാക്സിമം ഇവിടെ പോയത് അറിഞ്ഞിരിക്കാൻ വേണ്ടി നമ്മളൊന്ന് റെക്കോർഡ് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. ഇനി അടുത്ത സ്റ്റോക്കിലേക്ക് നമ്മൾ പോകുവാണ്. ഡോക്ടർ റെഡ്ഡീസ്, ഇത് ഇന്നലെയും ഉണ്ടായിരുന്നതാണ്. ഏറ്റവും വലിയ ചേഞ്ച് നടന്നിട്ടുള്ളൊരു സ്റ്റോക്ക് തന്നെയാണ് ഇന്നലെയും. അതിൽ ഇവിടെ നമുക്ക് ഇന്നലത്തെ ഹൈയും ലോയും ഒന്ന് മാർക്ക് ചെയ്യേണ്ടതുണ്ട്. ആ 1% ചേഞ്ച് മുകളിലേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇതൊരു 1% അബോവ് ചേഞ്ച് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ മുകളിലേക്കുള്ള റെസിസ്റ്റൻസ് ലെവലുകൾ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ലെവലിനെ വിട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവൽ എവിടെ വരെ മാർക്കറ്റ് പോകുമെന്നുള്ള കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ടാകും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കി ഇത് ഇന്ന് ഓപ്പൺ ചെയ്തു, നേരെ ഇന്നലത്തെ ഹൈയിൽ പോയി ഹിറ്റ് ചെയ്തു, അതിന് ശേഷം താഴത്തേക്ക് ബ്രേക്ക് തരുവാണ്. അപ്പോൾ ഈ ഗ്രീൻ ക്യാൻഡിൽ വെച്ചതിൻ്റെ താഴത്തേക്ക് ഇവിടെ ബ്രേക്ക് ചെയ്യുകയാണ്. സോ നമ്മൾ ഇന്ന് താഴത്തേക്ക് തന്നെ എൻട്രി എടുക്കും. അതിനകത്ത് മെഷർ ചെയ്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല, ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകും. ഇവിടെ എൻട്രി താഴത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്നില്ല, സ്റ്റോപ്പ് ലോസ് ഇവിടെ ഹിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 4th ട്രേഡ് നമ്മളുടേത് ലോസിലാണ് കലാശിക്കുന്നത്. ഡോക്ടർ റെഡ്ഡി അത് നമുക്ക് ലോസാണ് തരുന്നത്. ഓക്കെ, ഇപ്പം നമ്മളുടെ മൊത്തം ലോസ് 2 പോർഷനും അതേപോലെ മൊത്തം പ്രോഫിറ്റ് 4 പോർഷനും ടോട്ടൽ ഡിഫറൻസ് വരുന്നത് 2 ആണ്. അതായത് 2 നമ്മൾ പോസിറ്റീവിലാണ്. ഓക്കെ, അപ്പോൾ 1 2 3 4 ഇനിയിപ്പോൾ 5ാമത്തെ സ്റ്റോക്ക് നമ്മൾ നോക്കുവാണ്. 5ാമത്തെ ട്രേഡിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇന്നലെ ഇത് വളരെ ചെറിയൊരു മൂവേ നടത്തിയിട്ടുള്ളൂ. പലപ്പോഴും നമ്മൾ കാണാറുള്ളൊരു കാര്യമാണ്, അതായത് എന്നാണോ ഒരു സ്റ്റോക്ക് ഡെഡായി കിടക്കുന്ന പോലെ കിടക്കും, ഒരനക്കം ഉണ്ടാകില്ല. തൊട്ടടുത്ത ദിവസം വലിയ മൂവുകൾ സംഭവിക്കാറുണ്ട് മാർക്കറ്റിൽ പലപ്പോഴും. എല്ലായ്പ്പോഴും അങ്ങനെ സംഭവിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല, പക്ഷെ പലപ്പോഴും നമ്മളങ്ങനെ സംഭവിക്കുന്നത് കണ്ടിട്ടുണ്ട്. 1% ഇന്നലെ മൂവ് ചെയ്തിരുന്നുള്ളൂ. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് മൂവ് ചെയ്തു എന്ന് നമുക്ക് വെറുതെ ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. കാരണം നമുക്കറിയണമല്ലോ, നമ്മൾ ഈ കണ്ട കാര്യങ്ങൾ, അതായത് ഒരു സ്റ്റോക്ക് ഡെഡായി കിടക്കുന്ന പോലെ കിടന്നാൽ തൊട്ടടുത്ത ദിവസം അത് പറക്കുന്ന പോലുള്ളൊരു ഫീല് നമുക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്നലത്തേനെ അപേക്ഷിച്ച് 1% ആണെങ്കിൽ ഇന്നത് 2.67% മൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. ഇവിടെയാണ് നമ്മുടെ ഹൈയും ലോയും ഉണ്ടായിരുന്നത്. ഒപ്പം നമുക്ക് നെക്സ്റ്റ് ഡേയിലെ ഉണ്ടായിരുന്ന റെസിസ്റ്റൻസും കൂടി ഇവിടെ ഒന്ന് നോക്കാം. കാരണം റേഞ്ച് വളരെ ചെറുതായിരുന്നതുകൊണ്ട് നമ്മൾ അതും കൂടെ ഒന്ന് അടയാളപ്പെടുത്തി. ഓക്കെ, അതിനുശേഷം നമുക്കിപ്പോൾ പ്രൈസ് ആക്ഷൻ വർക്ക് ചെയ്യുന്ന കണ്ടോ സിമ്പിളായിട്ട്. അതായത് ഇവിടെ
ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു, ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ട് ഇവിടെ 2-3 റെഡ് ക്യാൻഡിലുകൾ വെച്ചു. അപ്പോൾ റെസിസ്റ്റൻസ് അവിടെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് മറ്റൊരു ദിവസത്തെ ഹൈ ആയിരുന്നു. അവിടെ ഹിറ്റ് ചെയ്തപ്പോഴും നിങ്ങൾ കാണുന്നുണ്ട് നല്ലൊരു പുൾ ബാക്ക് താഴത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ റെസിസ്റ്റൻസുകളും സപ്പോർട്ടുകളും കൃത്യമായി വർക്ക് ചെയ്യുന്നു എന്ന് കാണുന്നത് കൊണ്ടിട്ടാണ് പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത് മറ്റേതൊരു ഇൻഡിക്കേറ്ററിനേക്കാളും വളരെ ഇമ്പോർട്ടൻ്റായി മാറുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ പറഞ്ഞത്, ചെറിയ റേഞ്ചാണ്. ഫസ്റ്റ് ക്യാൻഡിൽ റെഡ് വെച്ചു, അതിനുശേഷം അടുത്ത ക്യാൻഡിൽ ഗ്രീൻ വെച്ചു, പിന്നെ ഒരു ഇൻഡിസിഷൻ ക്യാൻഡിൽ വെച്ചു. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇൻഡിസിഷൻ ക്യാൻഡിൽ വരുമ്പോൾ അതെന്താണ് സംഭവിക്കാറുള്ളത്, ആ സൈഡിലേക്ക് പ്രോഫിറ്റ് എടുത്ത് ആരൊക്കെയോ എക്സിറ്റ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. അതിനെ കട്ട് ചെയ്യുന്നത് എങ്ങോട്ടാണോ ആ സൈഡിലേക്ക് തന്നെ അത് പിന്നെ മൂവ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ റേഞ്ചാണ്, ഒപ്പം ഫസ്റ്റ് ക്യാൻഡിൽ റെഡ് വെച്ചുവെങ്കിലും അത് കണ്ടിന്യൂസ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല. ഇവിടെ താഴത്തെ സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഇതിന്, സോ ദാറ്റ് ഇത് മേളിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഇൻഡിസിഷൻ ക്യാൻഡിലിൻ്റെ മുകളിലോ ഇല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഈ റെഡ് ക്യാൻഡിലിൻ്റെ മുകളിൽ ക്രോസ് ചെയ്യുമ്പോൾ തന്നെ മുകളിലേക്ക് എൻട്രി എടുത്തായിട്ട് കണക്ക് കൂട്ടാം. അങ്ങനെ എൻട്രി കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ 0.5% നമുക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചാൽ 0.5% സ്റ്റോപ്പ് ലോസ് വെച്ചു. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് ഇത് അങ്ങോട്ട് തന്നെ 2.65% ഉണ്ട്. ഇനി ഇതിൻ്റെ ഡേ ഹൈ എന്ന് പോയേക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ 1:3.9, 1:4 പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫിഫ്ത്ത് ട്രേഡ് അത് ശ്രീറാമാണല്ലേ. ശ്രീറാമിനകത്ത് ഫിഫ്ത്ത് ട്രേഡ്, ശ്രീറാമിൽ ഫിഫ്ത്ത് ട്രേഡ് നമുക്ക് 1:2 അച്ചീവ് ചെയ്യുന്നുണ്ട്. അത് ഹയസ്റ്റ് പോയേക്കുന്നത് ഞാൻ 1:4 എന്ന് വെക്കുവാണ്. കാരണം അവിടെ നമ്മൾ കണ്ടു ഇത് 1:3.9 വരെ പോയിട്ടുണ്ട്. 1:4 നമ്മളങ്ങ് കണക്ക് കൂട്ടാനുള്ള എളുപ്പത്തിന്. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രേഡ് നമുക്ക് പോസിറ്റീവ്ലി കലാശിച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പർ സൈഡ് പോയ 5 സ്റ്റോക്കുകൾ നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഡൗൺ സൈഡ് പോയതെടുക്കണം. ഓക്കെ, M&M ആണ് ഇന്ന് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഡൗണിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ M&M എടുക്കുവാണ്. M&M നമുക്ക് ഇന്നലത്തെ ഹൈയും ലോയും ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണം. ഇന്നലത്തെ ഹൈ, ഇന്നലത്തെ ലോയ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ നല്ലൊരു റെഡ് ക്യാൻഡിൽ താഴത്തേക്ക് വെച്ചു. പ്രൈസ് ആക്ഷൻ ലൈനിൻ്റെ താഴത്ത് വന്നത് ക്ലോസിങ് തന്നു. സെക്കൻഡ് ക്യാൻഡിൽ ഇവിടുന്ന് വീണ്ടും വെച്ചു, പിന്നൊരു ഗ്രീൻ ക്യാൻഡിൽ വെച്ചു. ഈ ഗ്രീൻ ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നമ്മളിവിടെ താഴത്തേക്ക് എൻട്രി എടുക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ഗ്രീൻ ക്യാൻഡിലിൻ്റെ ലോയിൽ എൻട്രി എടുക്കും. എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കണ്ടു ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കും. ഓക്കെ, ഇതും നമ്മൾ കാണുന്നൊരു കാഴ്ചയാണ്. അതായത് വയലൻ്റ് ഒരു മൂവാണ് ഒരു ക്യാൻഡിലൊക്കെ തന്നെ. ഇതിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം 1.24% ചേഞ്ചാണ് ആ ക്യാൻഡിലിൽ പറയുന്നത്. ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ആ ക്യാൻഡിൽ കൊണ്ട് വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടാകും 1.24% ചേഞ്ച്. ഓക്കെ, അപ്പോൾ അത്രയും വലിയൊരു ചേഞ്ച് ഒറ്റ ക്യാൻഡിലിൽ തന്നേക്കുക. ഇവിടെ നിന്ന് മെഷർ ചെയ്താൽ നമുക്കിത് കണ്ടുപിടിക്കാം. കണ്ടോ, മെഷർ ചെയ്ത് കഴിഞ്ഞാൽ ഹൈ ടു ലോ വരുന്ന 2.38% ചേഞ്ചാണ്. ഒറ്റ ക്യാൻഡിൽ അത് തന്നേക്കുവാണ്. ഇത്തരം ക്യാൻഡിലുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ആ സ്റ്റോക്കിൽ ട്രേഡ് എടുക്കാതിരിക്കുന്ന ഭംഗിയായിരിക്കും. കാരണം നമ്മൾ കൊണ്ടുപോയി വെക്കുന്ന സ്റ്റോപ്പ് ലോസ് അതിപ്പോൾ വലിയൊരു മൂവ് നടത്തിയിട്ടിരിക്കുമ്പോൾ എന്താ പറയുക, റബ്ബർ ബാൻഡ് വലിച്ചു വിടുന്ന പോലത്തെ ഒരു റബ്ബർ ബാൻഡ് എഫക്റ്റ് മാർക്കറ്റിൽ കാണാറുണ്ട്. വലിയൊരു ക്യാൻഡിൽ ഇങ്ങോട്ട് വെച്ചാൽ അതേപോലെ തന്നെ തിരിച്ചങ്ങോട്ട് മാർക്കറ്റ് പിടിക്കുന്നത് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ 0.5 ഒക്കെ ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ നിൽക്കാനുള്ള സാധ്യത തീരെയില്ല. ഈവൻ ഇവിടെ പ്രൈസ് ആക്ഷൻ ലൈൻ ഉണ്ട്, എന്നിട്ട് പോലും നമ്മൾ ഇവിടുന്ന് താഴത്തേക്ക് എൻട്രി എടുത്തിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമുക്ക് 0.5 അപ്പുറം കൊടുക്കാൻ പറ്റത്തില്ല. ഈ 0.5 വെച്ചിട്ടാണ് നമ്മുടെ കാൽക്കുലേഷൻ മൊത്തം. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കുവാണ്. അപ്പോൾ നമുക്കതൊന്ന് M&M M&Mൽ നമുക്ക് ലോസ് അടിച്ചു. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ലോസ് 3 പോർഷൻ ലോസാണ്, പ്രോഫിറ്റ് 6 പോർഷൻ പ്രോഫിറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഓക്കെ, ഇത് എന്താണോ ബൈ മിസ്റ്റേക്ക് വന്നെന്ന് തോന്നുന്നു. പോട്ടെ. ഇനി നമുക്ക് നോക്കാം അടുത്ത ട്രേഡ്, ഹീറോ മോട്ടോഴ്സ്. ഹീറോ മോട്ടോഴ്സിൽ നമ്മൾ ഹൈ മാർക്ക് ചെയ്തു, അതുപോലെ തന്നെ ലോ മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 1-2 കാര്യം പറയാറുണ്ട്. അതായത് ക്യാൻഡിലുകൾ നമ്മൾ നോക്കുമ്പോൾ പ്രൈസ് ആക്ഷൻ പോയിൻറ്റുകളുടെ മധ്യഭാഗത്തിനുള്ള വെയിറ്റേജ്
മധ്യഭാഗത്തെ കട്ട് ചെയ്ത് സ്ട്രോങ് ആയിട്ടൊരു ക്യാൻഡിൽ താഴത്തേക്ക് വെച്ചു. അതിനുശേഷം അത് ഇവിടെ വന്ന് താഴത്തെ ക്ലോസിങ്ങും തന്നു. ദെൻ ഗ്രീൻ ക്യാൻഡിൽ വെച്ചു. ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ, ഈ ചെറിയൊരു ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടോ, ഇതിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എൻട്രി എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളവിടെ എൻട്രി എടുത്തായിട്ട് മെഷർ ചെയ്യുവാണ്. 0.5% നമ്മൾ സ്റ്റോപ്പ് ലോസും വെക്കും. ഓക്കെ, 0.5% സ്റ്റോപ്പ് ലോസും വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഹൈയിലേക്ക്, അവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടില്ല എന്നാണ് നമ്മൾ കാണുന്നത് കേട്ടോ. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ടാർഗറ്റ് ഇന്നത്തെ അതിൻ്റെ ലോയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 1:2.26 നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2.26 ഒന്നും നോക്കുന്നില്ല, നമ്മൾ 2 കിട്ടിയതായിട്ട് കണക്കൂട്ടുകയാണ്. ഇവിടെ നമ്മൾ എടുക്കുന്നില്ല, കാരണം 3-ന് മേളിലെങ്കിലും ഉണ്ടെങ്കിൽ ആക്ച്വൽ റിസ്ക് റിവാർഡ് ഹയർ കിട്ടാനുള്ളത് നമുക്കിവിടെ അടയാളപ്പെടുത്തി പോകാം. അതില്ലാത്തത് കൊണ്ട് തന്നെ നമ്മളിവിടെ 2 തന്നെ കണക്കൂട്ടുന്നുള്ളൂ. ഹീറോ, അപ്പോൾ ഹീറോയ്ക്കകത്ത് അങ്ങനെ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 7 ട്രേഡായി. ഇനി 8 UPയിലാണ്. UPയിൽ നോക്കുമ്പോൾ ഇന്നലത്തെ ഹൈ, UPയിൽ ഇന്നലത്തെ ഹൈ, അതുപോലെ തന്നെ ഇന്നലത്തെ ലോ. UPയിൽ ശ്രദ്ധിച്ചാൽ നമുക്കൊരു പക്ഷേ തോന്നുന്നുണ്ട്, ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. 1.49 ഓടിയിട്ടുള്ളൂ. നമ്മൾ പറഞ്ഞു നമ്മളുടെ സ്ട്രാറ്റജി അനുസരിച്ചിട്ട് നമുക്ക് റിസ്ക് റിവാർഡ് നല്ല രീതിയിൽ കിട്ടണമെങ്കിൽ മിനിമം 2% ചേഞ്ചെങ്കിലും തരുന്ന സ്റ്റോക്കിലാണ് നമുക്കത് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇന്നലെ ഡെഡായിട്ട് കിടന്ന ഒരു സ്റ്റോക്കാണ്. സോ ദാറ്റ് ഇന്ന് അത് വലിയ മൂവ് നടത്താനുള്ള സാധ്യത ഉണ്ടെന്ന് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇവിടെ നമുക്കതൊന്ന് മെഷർ ചെയ്ത് നോക്കാം. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ 3.5 മൂവ് ചെയ്തിട്ടുണ്ട്. അതാണ്. അപ്പോൾ ഒരു ദിവസം അനങ്ങാതിരുന്ന് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അത് വലിയ രീതിയിലുള്ളൊരു മൂവ് നടത്തുന്നത് കാണാറുണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. ഈ പ്രൈസ് ആക്ഷൻ ലൈൻ ഇതാണ്. താഴത്തെ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ താഴത്തേക്ക് കട്ട് ചെയ്ത് ഇറങ്ങി. അതിന് ശേഷം ഒരു ഗ്രീൻ ക്യാൻഡിൽ മുകളിലേക്ക് ചെക്ക് ചെയ്തു. അതായത് ഇത് റെസിസ്റ്റൻസ് കൺഫേം ആയി അവിടെ. അതിനുശേഷം ഈ ഗ്രീൻ ക്യാൻഡിലിനെ താഴത്തേക്ക് ക്രോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എൻട്രി എടുക്കാം. അപ്പോൾ നമുക്കതൊന്ന് മെഷർ ചെയ്ത് നോക്കാം. ഗ്രീൻ ക്യാൻഡിലിനെ താഴത്തേക്ക് ക്രോസ് ചെയ്തു. 0.5% സ്റ്റോപ്പ് ലോസ് നമ്മൾ വെച്ചു. ഇത് ഹയസ്റ്റ് കിട്ടാവുന്നത് എത്രയാണ്? ഇതിൻ്റെ ഇന്നത്തെ ലോയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ 4.98% കേട്ടോ. അതായത് 5 നമുക്ക് കണക്ക് കൂട്ടാം. അപ്പോൾ നമ്മളിവിടെ പക്ഷേ 1:2 തന്നെ എടുക്കുന്നുള്ളൂ. കാരണം നമുക്ക് ഏറ്റവും മോശം റിസൾട്ടാണ് കിട്ടേണ്ടത്. ഏറ്റവും കൂടുതൽ സംഭവിക്കാവുന്ന ഇട്ടിട്ടല്ല നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഏറ്റവും മോശം റിസൾട്ടിൽ നമുക്ക് പ്രോഫിറ്റബിൾ ആകാൻ പറ്റുമോ എന്നതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഒപ്പം തന്നെ നമ്മൾ ആക്ച്വൽ കിട്ടാമായിരുന്നത് ഇവിടെ റെക്കോർഡ് ചെയ്ത് പോകുവാണ്. കാരണം നമ്മുടെ പൊട്ടൻഷ്യൽ എത്രമാത്രം അധികമാണെന്ന് അറിയാനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ലോസ് കൗണ്ട് 3 അതേസമയം നമ്മുടെ പ്രോഫിറ്റ് 10 ആയിട്ടുണ്ട്. 10 എന്ന് പറയുമ്പോഴത്തേക്ക് 5 ദിവസം പ്രോഫിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ട്രേഡിലേക്ക് പോകാം. ടാറ്റ സ്റ്റീലിൽ ഇന്നലെ എന്ത് സംഭവിച്ചു? ടാറ്റ സ്റ്റീൽ ഇവിടെ നമ്മൾ ആ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും പ്രൂവൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് പ്രൈസ് ആക്ഷൻ അനുസരിച്ചിട്ട് ഒരു ദിവസം ഡെഡായി കിടന്ന പോലെ കിടക്കുന്ന സ്റ്റോക്ക് പിറ്റേ ദിവസം എഴുന്നേറ്റ് ഓടാറുണ്ട്. അതാണ് നമ്മളിവിടെ കാണുന്നത്. നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം. ഇന്നലെ ഇത് ഡെഡായിരുന്നോ? 2% താഴെയായിരുന്നോ? അതെ, 1.8% ഇന്നലെ ചേഞ്ച് ഉണ്ടായിരുന്നുള്ളൂ. അതൊരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം വലിയ ചേഞ്ച് അല്ല. മിനിമം 2% അതിന് മേളിലെങ്കിലും ഉണ്ടാവണം, ഒരു ആവറേജ് ചേഞ്ച് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഇന്നത്തെ ചേഞ്ച് വന്നേക്കുന്നത് ഇതാണ്, 4%. നല്ല മൂവാണ്. അത് വളരെ മനോഹരമായൊരു മൂവാണ്. അപ്പോൾ ഇന്നത്തെ പ്രൈസ് ആക്ഷൻ വെച്ച് നമുക്ക് എന്ത് കിട്ടും? ഇത് ഫസ്റ്റ് ക്യാൻഡിൽ റെഡ് താഴത്തേക്ക് വെച്ചു. അതിനുശേഷം ഇവിടെ ഗ്രീന് മുകളിലേക്ക് ക്രോസ് ചെയ്ത് പോകുവാണ്. ആക്ച്വലി ഒരു ഫേക്ക് മൂവ് അവിടെ അത് നടത്തുവാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വേറൊരു പ്രൈസ് ആക്ഷൻ പോയിൻ്റ് ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിലേക്കുള്ള മധ്യഭാഗം നമ്മളൊന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ മധ്യഭാഗത്തിനെ ക്രോസ് ചെയ്തിട്ടില്ല. ബട്ട് എനിവേ ചിലപ്പോൾ അതായത് ഇവിടെ നിന്ന് ഒരു പക്ഷേ നമ്മൾ മുകളിലേക്ക് എടുക്കുമോ താഴത്തേക്ക് എടുക്കുമോ എന്നൊരു കൺഫ്യൂഷൻ വരാവുന്ന ഒരു ഏരിയയാണ്. പക്ഷേ ഇതിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 1.5% ചേഞ്ചാണ്. അതായത് ഈ ഒരൊറ്റ ക്യാൻഡിലിൽ നമുക്ക് 1%-ന് മേളിൽ ചേഞ്ച് വന്നേക്കുവാണ്. ഓക്കെ, ഇവിടെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ തീരുമാനം, അതായത് ഇവിടെ മധ്യഭാഗം വരുന്നുണ്ട്. മധ്യഭാഗത്തിന് ഏകദേശം ഇതിൻ്റെ അത്രയും വെയിറ്റേജ് ഇല്ലെങ്കിലും നമ്മൾ നല്ലൊരു വെയിറ്റേജ് കൊടുക്കുന്ന, കാരണം ഇവിടെ വെച്ച് പലപ്പോഴും തിരിഞ്ഞു പോകുന്ന കാണാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഇത് അളന്ന് കാണിച്ചതും കൂടി. ഓക്കെ,
അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്കൊന്ന് ഹോൾഡ് ചെയ്തിട്ട് വേണമെങ്കിൽ മുകളിലേക്ക് എടുക്കാം. അതർവൈസ് നമുക്ക് എൻട്രി എടുക്കാമായിരുന്നു. ഈ ക്യാൻഡിൽ ഈ പറയുന്ന പോലെ കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഈ ക്യാൻഡിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് -1% മൂവ് ചെയ്തതാണ്. നമ്മളിവിടെ മെഷർ ചെയ്ത് കാണിക്കാം ഒന്നും കൂടെ. അതായത് ഇവിടെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ താഴത്തേക്ക് വരെ അത് 1%-ൻ്റെ മൂവാണ് നടത്തിയേക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു മൂവ് നടത്തി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെയൊക്കെ എടുത്തിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ അത് അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ ദാറ്റ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്തിട്ട് ഇതിനെ ക്രോസ് ചെയ്ത് മേളിൽ പോകുന്നില്ല. 3-4 ക്യാൻഡിലുകൾ വിക്കോടുകൂടി ഇവിടെ അങ്ങ് കലാശിക്കുവാണ്. അപ്പോൾ ബൈ ചെയ്തവർ ബൈയേഴ്സ് ഫെയിലിയർ ആവുകയാണ് ഇവിടെ. അത് കണ്ടതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ താഴത്തേക്ക് എൻട്രി എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ത്രൂ എക്സ്പീരിയൻസ് കുറച്ച് നാൾ കൊണ്ട് ക്രിയേറ്റ് ചെയ്ത് എടുക്കേണ്ടതാണ്. എന്തായാലും നമ്മൾ അത് കൺസിഡർ ചെയ്യുന്നില്ല. ആക്ച്വലി നമ്മളിത് മേളിലേക്ക് എടുത്തു. ഇത് നിങ്ങൾ മനസ്സിൽ വെക്കുക, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ്. പക്ഷേ നമ്മളിത് തെറ്റ് സംഭവിച്ചതായിട്ട് എടുക്കുവാണ്. കാരണം നമുക്കറിയേണ്ടത് നമുക്ക് ഏറ്റവും കൂടുതൽ തെറ്റ് സംഭവിക്കുമ്പോൾ നമുക്ക് പ്രോഫിറ്റബിൾ ആകാൻ പറ്റുമോ ഇല്ലയോ എന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ടാറ്റ സ്റ്റീൽ ഇന്ന് നെഗറ്റീവായിട്ട് കൂട്ടുവാണ്. ലോസിൽ നമ്മളതിനെ പെടുത്തുവാണ്. കാരണം അതിനകത്ത് നല്ലൊരു റിസ്ക് റിവാർഡ് ഈ പറയുന്ന പോലെ നമ്മളൊരു എന്താ പറയണേ, നമ്മുടെ ഒരു വിവേചന ശക്തി അവിടെ ഒന്ന് ഉപയോഗിച്ചിട്ട് നമ്മളിവിടെ ട്രേഡ് എടുക്കുവാണെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് പോകുന്നില്ല, ഇത് തൊട്ടടുത്താണ്, അതുകൊണ്ട് തന്നെ ഇവിടുന്ന് പോയി അങ്ങോട്ട് എടുക്കേണ്ട കാര്യമില്ല, അങ്ങനെയൊക്കെ കണക്കൂട്ടിയിട്ട് നമ്മൾ താഴത്തേക്കൊരു ബ്രേക്ക് കിട്ടുമ്പോൾ നമ്മളിവിടെ എവിടെന്നെങ്കിലൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ 0.5% സ്റ്റോപ്പ് ലോസ് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഈ ക്യാൻഡിലോ ഒക്കെ ആണെങ്കിൽ തന്നെ താഴത്തേക്ക് നമുക്ക് കിട്ടാമായിരുന്നത് വളരെ വലിയൊരു മൂവാണ്. 1:8 ഒക്കെയാണ്. ഓക്കെ, അത് വൺ സൈഡഡ് മൂവാണ്. തിരിച്ചു വന്നിട്ട്, അതായത് മാർക്കറ്റ് സാധാരണ പോകുന്ന എങ്ങനെ വൺ സൈഡ് അങ്ങനെ അങ്ങ് പോകാറില്ല പലപ്പോഴും. ഇത് പുൾ ബാക്ക് ചെയ്താണ് പോകാറുള്ളത്. ഇത് പക്ഷേ വലിയൊരു പുൾ ബാക്ക് വന്നിട്ടില്ല, നല്ല രീതിയിൽ പോയേക്കും. അതായത് നമുക്ക് വേണ്ടാന്ന് പറഞ്ഞിരുന്നാൽ പോലും ഈ ഫുൾ റൺ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, പക്ഷേ അത് കിട്ടിയിട്ടില്ല എന്ന് തന്നെ നമ്മൾ കണക്കൂട്ടുന്നുള്ളൂ. സോ അത് നമ്മൾ എടുക്കുന്നില്ല, നിങ്ങളെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പറഞ്ഞതുള്ളൂ. ലോസ് ആയിട്ട് നമ്മൾ കണക്കൂട്ടി. ഇപ്പോൾ 4 ദിവസം ലോസ് ആയിട്ടുണ്ട്, 9 ദിവസത്തിൽ, ബാക്കി 5 ദിവസം പ്രോഫിറ്റുമാണ്. ഓക്കെ, ഇനി ലാസ്റ്റ് ട്രേഡ്, 10 ട്രേഡിൽ ലാസ്റ്റ് ട്രേഡിലേക്ക് പോവുകയാണ്. അത് SBIN ആണ്. SBIൻ്റെ ഇന്നലത്തെ മൂവ്, ഇതെല്ലാം ഒരേ പാറ്റേൺ കാണുന്നുണ്ട്, ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ താഴത്തേക്ക് പോരാനുള്ള സ്റ്റോക്കുകളെല്ലാം ഇന്നലെ അനങ്ങാതെ കിടന്നത് പോലെ സൈലൻ്റായിട്ട് ചത്ത കുതിരയായിരുന്നു ഇന്നലെ. ഓക്കെ, അത് ഇവിടുന്ന് ഹൈ വരെ നോക്കിക്കഴിഞ്ഞാൽ 1% താഴെ മൂവ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇന്ന് തീർച്ചയായിട്ടും അതിൽ വലിയൊരു മൂവ് വരാനുള്ള സാധ്യതയുണ്ട്. നമ്മളിത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നവർ പുതിയൊരു കാര്യം നിങ്ങൾ പഠിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ മനസ്സിൽ വെച്ചേക്കണം. 2.4%-ൻ്റെ ചേഞ്ച് അത് തന്നിട്ടുണ്ട്. നമുക്ക് നല്ലൊരു റിസ്ക് റിവാർഡ് അതിനകത്ത് കിട്ടാനുള്ള അവിടെ ഉണ്ട് കേട്ടോ. ഇനി കഴിഞ്ഞ മുന്നിലത്തെ ഒരു ദിവസത്തെ ഹൈയിലേക്ക് നമുക്കിവിടെ ഒന്ന് മെഷർ ചെയ്യണം. ഈ പ്രൈസ് ആക്ഷൻ പോയിന്റിൽ നിന്ന് ഹൈയിലേക്ക് 1% എബോ ആണെങ്കിൽ നമുക്കത് അവിടെ അടയാളപ്പെടുത്താവുന്നതാണ്. അത് 1% ഇല്ല. സോ ദാറ്റ് 1% എബോ ഉള്ളൊരു ഹൈ ഇതാണ്. അപ്പോൾ അതൊന്ന് നമ്മൾ അടയാളപ്പെടുത്തുകയാണ്. കാരണം നമുക്ക് ഇവിടുന്ന് മുകളിലേക്കാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നതെങ്കിൽ എവിടം വരെ പോകാമെന്നുള്ളത് നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തി വെച്ചാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ റെഡ് ക്യാൻഡിൽ വെച്ചു. ആ റെഡ് ക്യാൻഡിലിനെ തിരിച്ച് ക്രോസ് ചെയ്യുന്നില്ല. ഓക്കെ, അതിന് ശേഷം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ നെക്സ്റ്റ് ലെവലിലേക്കുള്ള പ്രൈസ് ആക്ഷൻ പോയിന്റിലേക്കുള്ള മധ്യഭാഗം. അപ്പോൾ ഇവിടുന്ന് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മധ്യഭാഗം ഇതാണ്. കഴിഞ്ഞ ഇതിനകത്ത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ മധ്യഭാഗത്തെ ക്രോസ് ചെയ്ത് പോകുന്നില്ല. അപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ടോ റെസിസ്റ്റൻസോ കിട്ടാം, ഇവിടെ ഒരു സപ്പോർട്ടോ റെസിസ്റ്റൻസ് കിട്ടാം, അതുപോലെ തന്നെ ഇവിടെയും സപ്പോർട്ടും റെസിസ്റ്റൻസും കിട്ടാം. അതുകൊണ്ടാണ് ഈ പ്രൈസ് ആക്ഷൻ പോയിന്റുകൾ, ഈ ലൈനുകൾക്ക് പ്രസക്തി വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ റെസിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നു. സോ ദാറ്റ് നമുക്ക് അടുത്ത ഈ ഗ്രീൻ ക്യാൻഡലിൻ്റെ താഴത്തോ അല്ലെങ്കിൽ ഇവിടെ പോയിട്ട് എവിടെയെങ്കിലും ഒരു ഗ്രീൻ ക്യാൻഡലിൻ്റെ താഴത്തേക്ക് എടുക്കാവുന്നതാണ്. നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ എൻട്രി എടുത്തു എന്ന് കണക്ക് കൂട്ടിയാൽ എന്ത് സംഭവിക്കാം? ആക്ച്വലി ഇവിടെ നമ്മൾ ശരിക്കും ചെയ്യേണ്ടത് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഈ ലൈനിൻ്റെ തൊട്ടടുത്തുനിന്നോ ഒരു എൻട്രി ആണ് നമുക്ക് പ്ലാൻ ചെയ്യാവുന്നത്. എന്നിരുന്നാൽ പോലും നമ്മളിവിടെ ബ്ലൈൻഡ്ലി എടുത്തു എന്ന് കണക്ക് കൂട്ടി കഴിഞ്ഞാൽ 0.5% നമ്മൾ സ്റ്റോപ്പ് ലോസും വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 0.5% സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, നമുക്ക് താഴത്തേക്ക് നല്ലൊരു ഫോൾ, ഇത് കുറച്ച് നേരം ഹോൾഡ് ചെയ്യേണ്ടി വരും ഇന്നത്തെ ട്രേഡ്. പക്ഷേ എന്നിരുന്നാൽ പോലും നല്ലൊരു ഫോൾ താഴത്തേക്ക് തന്നിട്ടുണ്ട്. അതായത് നമുക്ക് 1:3 ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് പക്ഷേ നമ്മൾ ഇത്രയൊക്കെ പറഞ്ഞപ്പോഴും നമ്മളവിടെ അത് ആ രീതിയിൽ കൺസിഡർ ചെയ്യുന്നില്ല. വേറൊന്നും കൊണ്ടല്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ നമ്മൾ കുറച്ച് തെറ്റ് സംഭവിച്ചതായിട്ട് കണ്ടു അല്ലേ? അതർവൈസ് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഇവിടെ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. എന്താണ്? ഇവിടെ ഒരു റെഡ് ക്യാൻഡിൽ വെച്ചു, അതിനെ മുകളിലേക്ക് ക്രോസ് ചെയ്യുന്നുണ്ട്.
ഇതിപ്പോൾ ഒരു തെറ്റ് പറ്റി പഠിക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ തറവായിട്ടത് പഠിക്കാനുള്ളൊരു സാധ്യതയുണ്ട് അല്ലേ. ഇവിടെ നമ്മൾ ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇതേ നമ്മൾ ഫോളോ ചെയ്യത്തുള്ളൂ. 0.5% സ്റ്റോപ്പ് ലോസ് വയ്ക്കും, എന്നിട്ട് നമ്മൾ ടാർഗറ്റ് മുകളിലേക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് വെക്കും. അപ്പോൾ 1:2 എബോ ഉണ്ടത്. പക്ഷേ നമുക്കിവിടെ എന്ത് കിട്ടും? കുറച്ച് അധിക നേരം ഇത് മുകളിലേക്ക് പോകുന്ന പ്രതീക്ഷയിൽ തന്നെ നിന്നിട്ടാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ ഹിറ്റ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായേ? മാർക്കറ്റ് ശരിക്കും ഈ പ്രൈസ് ആക്ഷൻ വെച്ച് നമ്മൾ അസസ് ചെയ്താൽ സത്യം പറഞ്ഞാൽ മാർക്കറ്റ് മുകളിലേക്ക് പോകുമെന്നാണ് നമ്മൾ കാണേണ്ടത്. പക്ഷേ മാർക്കറ്റിൽ ഏത് സമയം എന്ത് സംഭവിക്കാം, നമ്മുടെ കയ്യിലല്ല. അപ്പോൾ നമ്മുടെ കൺട്രോൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾക്ക് കൺട്രോൾ ഉള്ള പോർഷൻ എന്താണ്? നമ്മുടെ റിസ്ക്കാണ്. നമുക്ക് എത്ര റിസ്ക് ചെയ്യാം അതിൽ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു 0.5% എന്ന് പറയുന്ന ലെവൽ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നമ്മൾ അതിനെ കൺട്രോൾ ചെയ്തുകൊണ്ടാണ് ഈ ട്രേഡുകളെ നമ്മൾ മാനേജ് ചെയ്ത് പ്രോഫിറ്റബിലിറ്റി കൂട്ടുന്നത് കേട്ടോ. അപ്പോൾ എടുക്കുന്ന ട്രേഡുകളെല്ലാം നമുക്ക് അറിയാം എന്തായാലും അത് 100% സക്സസ്ഫുൾ ആകത്തില്ല, ഒരുപക്ഷെ 50% പോലും സക്സസ്ഫുൾ ആകത്തില്ല. അതർവൈസ് 100%ഓ 50%ഓ സക്സസ് റേഷ്യോ നമുക്ക് വേണ്ട. 40% സക്സസ് റേഷ്യോ വിൻ റേറ്റ് കിട്ടിയാൽ പോലും നമുക്ക് പ്രോഫിറ്റബിൾ ആകാം ത്രൂ റിസ്ക് റിവാർഡ് മാനേജ് ചെയ്യുന്നതിലൂടെ. ഇത് പഠിക്കാനും കൂടി ആയിട്ടാണ് നമ്മൾ ഈ ടെസ്റ്റ് നടത്തുന്നത്. ഇവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിലും, അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലും SBIയിലും നമുക്കിപ്പോൾ ലോസ് അടിച്ചു. അപ്പോൾ 10 ട്രേഡിൽ ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും 5 ട്രേഡ് ലോസും 5 ട്രേഡ് പ്രോഫിറ്റും. അപ്പോൾ 5 ട്രേഡ് എന്ന് പറയുമ്പോൾ 1 പോർഷൻ വെച്ചിട്ട് 5 പോർഷൻ ലോസ് അടിച്ചു. 2 പോർഷൻ വെച്ചിട്ട് 2 × 5 10 പോർഷൻ പ്രോഫിറ്റ് വന്നു. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു പ്രോഫിറ്റ് കൗണ്ട് മൈനസ് ലോസ് കൗണ്ട്. അതായത് നെറ്റ് നമുക്ക് 5 പോർഷൻ പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ ഇതിൽ നമ്മൾ പ്രോഫിറ്റാണ് എന്നത് മാത്രമല്ല, നമ്മൾ 1:2 എടുത്തിട്ടുള്ളൂ, എന്നിട്ട് നമ്മൾ പ്രോഫിറ്റാണ്. ഓക്കെ, അപ്പോൾ 1:2 വെച്ച് മാത്രം സിംപ്ലി ബ്ലൈൻഡ്ലി നമ്മൾ 1:2 വെച്ചപ്പോൾ പോലും നമ്മൾ പ്രോഫിറ്റിൽ വന്നു. ഓക്കെ, ഇനി നമ്മൾ ആക്ച്വലി എടുക്കാമായിരുന്നത് നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവൽ വരെ നമുക്ക് പലപ്പോഴും എടുക്കാവുന്നതാണ്. അങ്ങനെ എടുത്താൽ ഇവിടെ 1:3 കിട്ടാമായിരുന്നു, ഇവിടെ 1:3 കിട്ടാമായിരുന്നു, ഇതിൽ 1:4 കിട്ടാമായിരുന്നു, ഇതിൽ 1:5 കിട്ടാമായിരുന്നു. അപ്പോൾ ഈ 1:5 കിട്ടാമായിരുന്നു എന്നതിൽ ഒരു 1 ഇവിടെ കൂടിയെന്ന് വെച്ചാൽ നമ്മൾ 6 പോർഷനിലേക്ക് വരും. ഇവിടുന്ന് ഒരു 1 കൂടെ ആഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ 7ലേക്ക് വരും. അപ്പോൾ നെറ്റ് നോക്കിക്കഴിയുമ്പോൾ നമ്മുടെ പ്രോഫിറ്റ് ഇനിയും ഒത്തിരി കൂടാനുള്ള സാധ്യതയാണ് ഈ ഒരു പ്രൈസ് ആക്ഷൻ സ്ട്രാറ്റജി നമ്മൾ ഫോളോ ചെയ്യുന്നതിലൂടെ നടക്കാവുന്നത്. അപ്പോൾ നിങ്ങളിത് കണ്ടിട്ട് ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇങ്ങനെ ഇതിനെ കാണാപ്പാടം ഇപ്പോൾ നമ്മളെന്താ ചെയ്തത്? 2 ലൈൻ മാർക്ക് ചെയ്തു, അതിൻ്റെ തൊട്ടടുത്തുനിന്ന് ഏതൊരു ഗ്രീൻ ക്യാൻഡലിനെ താഴത്തേക്ക് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രൈസ് ആക്ഷൻ പോയിൻ്റിൻ്റെ താഴത്താണ് ഇതുപോലെ ഗ്രീൻ വരുന്നതെങ്കിൽ താഴത്തേക്ക് ക്രോസ് ചെയ്ത് നമ്മൾ താഴത്തേക്ക് എൻട്രി എടുക്കും. അതേസമയം റെഡ് ക്യാൻഡലിനെ മുകളിലേക്ക് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുകളിലേക്ക് എൻട്രി എടുക്കും. അതായത് നമ്മുടെ സ്ട്രാറ്റജി വളരെ സിമ്പിളാണ്, ഏതൊരാൾക്കും കണ്ണും പൂട്ടി ചെയ്യാവുന്ന ഒരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ സിമ്പിൾ സ്ട്രാറ്റജി ആണെങ്കിലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തല നമുക്കധികം ഉപയോഗിക്കേണ്ടി വരില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ തീരുമാനങ്ങൾ എടുക്കാം, പെട്ടെന്ന് എക്സിക്യൂട്ട് ചെയ്യാം. അങ്ങനെ ബ്ലൈൻഡ്ലി ചെയ്തിട്ട് പോലും നമുക്ക് 50-50 5 ദിവസം ലോസും 5 ദിവസം പ്രോഫിറ്റും കിട്ടി. അപ്പോൾ നഷ്ടം വരുമ്പോഴൊക്കെ ഒരു പോർഷനെ നമ്മൾ നഷ്ടപ്പെടുത്തുന്നുള്ളൂ എന്നതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് കിട്ടുമ്പോഴൊക്കെ മിനിമം 2 പോർഷൻ നമ്മൾ എടുക്കും എന്നതുകൊണ്ട് തന്നെ ബൈ ഡിഫോൾട്ട് നമ്മൾ 5 പോർഷൻ പ്രോഫിറ്റിലാണ്. പക്ഷേ നമ്മുടെ പ്രോഫിറ്റബിലിറ്റി ആക്ച്വൽ റിസ്ക് റിവാർഡ് വെച്ച് ഇത് കൂടുന്നതുകൊണ്ട് നമുക്കത് കൂട്ടാൻ പറ്റുമായിരുന്നു. 1:5 വരെയൊക്കെ ചില ദിവസങ്ങളിൽ കിട്ടുമായിരുന്നു. അപ്പോൾ ഇന്നലെ നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ കണ്ടു. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു 100 ഡേയ്സിൻ്റെ ബാക്ക് ടെസ്റ്റ് ഓൾറെഡി നടക്കുന്നുണ്ട്. അത് 100 ദിവസത്തെ ബാക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അത് കഴിയുമ്പോൾ അത് നമ്മൾ പബ്ലിഷ് ചെയ്യും. അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ ആക്ച്വൽ റേറ്റ് എടുത്ത് വെച്ചേക്കുന്നതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും 1:18 ഒക്കെ നമുക്ക് റിസ്ക് റിവാർഡായിട്ട് അതിനകത്ത് കിട്ടുന്നുണ്ട് ചില ദിവസങ്ങളിൽ. അപ്പോൾ 1:18 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോൾ 5, 6, 7 പോർഷൻ 1:7 പോർഷനോ 8 പോർഷനോ ഒക്കെ ചിലപ്പോൾ ബൈ ഡിഫോൾട്ട് വന്ന് കയറും. ഇപ്പോൾ ഞാൻ തുടങ്ങിയ സമയത്ത് 2.5 കൊല്ലം മുമ്പ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു മാസം ട്രേഡ് ചെയ്തപ്പോൾ അടുപ്പിച്ച് 2 ദിവസം 1:9 കിട്ടിയ ദിവസമുണ്ട്, 1:7 കിട്ടിയ ദിവസമുണ്ട്. അപ്പോൾ അതൊക്കെ ഹ്യൂജ് റിസ്ക് റിവാർഡാണ്. അപ്പോൾ 9ഉം 7ഉം അടുപ്പിച്ച് 2 ദിവസങ്ങളിൽ കിട്ടുക. അപ്പോൾ എത്രയായി? 1:16. അപ്പോൾ 1:16 എന്ന് പറഞ്ഞാൽ നമുക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ പിന്നീട് അങ്ങോട്ട് അടുപ്പിച്ചൊരു 16 ദിവസം ലോസ് അടിച്ചാൽ നമ്മുടെ കയ്യിൽ നിന്നൊന്നും പോകത്തില്ല, നമ്മുടെ പ്രോഫിറ്റ് കിട്ടിയതിൽ നിന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ്.
അതായത് റിസ്ക് റിവാർഡ് കൊണ്ടാണ് ഒരാൾ ഷെയർ മാർക്കറ്റിൽ വിജയിക്കാൻ പോകുന്നത്. അങ്ങനെ റിസ്ക് റിവാർഡ് വെച്ച് മാത്രം വിജയിക്കാനായിട്ട് നമ്മൾക്ക് ബ്ലൈൻഡ്ലി ചെയ്യാവുന്ന, സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു സിമ്പിൾ സ്ട്രാറ്റജി മതി. ഒത്തിരി കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാക്കുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ട്. ഇവിടെ നമ്മൾ കണ്ടു, ഇത് വളരെ സിമ്പിളാണ്, ആർക്കും ചെയ്യാം, നിങ്ങൾക്കും ചെയ്യാം, ഏതൊരു കൊച്ചു കുട്ടിക്കും ഒരുപക്ഷെ ചെയ്യാൻ പറ്റും. ആ ലെവലിലുള്ളൊരു സ്ട്രാറ്റജിയാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഈ വീഡിയോസ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ഇതാണ്. ഞാനും നിങ്ങളെപ്പോലെ തന്നെ വലിയ എക്സ്പെർട്ടായിട്ടുള്ള ആളൊന്നുമല്ല. 2-2.5 കൊല്ലമായിട്ട് ഇതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സമയം ഇല്ല, നമ്മുടെ ലൈഫ് നമ്മൾ ഇതിൽ കാണുന്നു. ഇതിലൂടെ വിജയിക്കാൻ പറ്റും എന്ന് നമുക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. പക്ഷേ അത് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഇനിയും മുന്നോട്ട് കണ്ടു പഠിച്ച് പോകാനുണ്ട്. അപ്പോൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒറ്റയ്ക്ക് പഠിച്ച് ചെയ്യുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകൾ ഒരു കൂട്ടം ആൾക്കാരുമായിട്ടിരുന്ന് ചെയ്യുമ്പോൾ ഇല്ല. വിർച്വലി ആണെങ്കിൽ പോലും ഇപ്പോൾ ഞാനിത് നിങ്ങൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിത് ചെയ്തിട്ട് കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായങ്ങൾ ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന അനുഭവങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതൊരു കമ്മ്യൂണിറ്റി ആയിട്ട് നമുക്ക് ഒന്നിച്ച് പഠിച്ച് മുന്നോട്ട് പോകാം. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഈ വരുന്ന 30 ദിവസം കൊണ്ട് പറ്റുമെങ്കിൽ ഇതിനെ കാണാപ്പാഠം ഒന്ന് പഠിച്ച് വശത്താക്കി എടുക്കണം. അങ്ങനെയാണെങ്കിൽ ഇനി വരാൻ പോകുന്ന കാലം, നമ്മുടെ ജീവിതകാലം മുഴുവനും നമുക്ക് വളരെ സമ്പന്നമായി ജീവിക്കാനുള്ളൊരു അവസരം ഇതിനകത്ത് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ടാണ്. സോ ഇതിനകത്ത് താല്പര്യമുള്ളവരെല്ലാവരും വളരെ സീരിയസ് ആയിട്ട് എടുക്കുക. നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളൊന്ന് പറയണം. അപ്പോൾ അതിനനുസരിച്ച് വേണ്ടുന്ന കാര്യങ്ങൾ, കാരണം ഏതൊരാൾക്കും എന്തൊരു അഭിപ്രായം പറയുമ്പോൾ വളരെ വാല്യബിളായിട്ടുള്ള, ഇപ്പോൾ ഞാൻ ചിന്തിക്കാത്ത പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് എനിക്കും കിട്ടുന്നുണ്ടാവും. നമുക്കെല്ലാവർക്കും അത് പ്രയോജനപ്പെടും. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.